നമസ്കാരം, വെൽക്കം ടു സുധീഷ് മാസ്റ്റേഴ്സ് അക്കാദമി. നമ്മളിന്ന് ഇൻകം ടാക്സിൻ്റെ ഫസ്റ്റ് ഹെഡായിട്ടുള്ള ഇൻകം ഫ്രം സാലറി എന്ന ഹെഡാണ് പരിചയപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റുകൾ നമ്മളുടെ ഈ ഹെഡ് വീഡിയോ ഇടണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ ഈ ഹെഡ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഇത്തരം വൈകുകയായിരുന്നു. കാരണം ഇപ്പോൾ തന്നെയും ഒരു വലിയ ഹെഡാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അതിൻ്റെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിലൂടെ ഇടാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗ്രാറ്റുവിറ്റി എന്ന ടോപ്പിക്കാണ്. ഇൻകം ഫ്രം സാലറിയിലെ ഫസ്റ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് ഗ്രാറ്റുവിറ്റി എന്ന ടോപ്പിക്കാണ്. ഗ്രാറ്റുവിറ്റി ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. റിട്ടയർ ചെയ്യുമ്പോൾ ഒരു ലംസം എമൗണ്ട് നൽകപ്പെടുന്നുണ്ട്. ആ ഗ്രാറ്റുവിറ്റി ഗവൺമെൻറ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എംപ്ലോയിക്ക് ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്നും നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് അത് ടാക്സബിൾ ആണെന്ന് മനസ്സിലാക്കാം. ഗവൺമെൻറ് എംപ്ലോയിക്ക് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് അതും ടാക്സബിൾ ആണ്. ബട്ട് അവരെ രണ്ടായിട്ട് തിരിക്കാം നമുക്ക്. അയാൾ 1972 ആക്ടിന് കീഴിൽ വരുന്ന ആൾക്കാരെ കവേർഡ് എന്നും പറയും. ആ ആക്ടിന് കീഴിൽ വരാത്ത ആൾക്കാരെ നോട്ട് കവേർഡ് എന്നും പറയും. ഇവർക്ക് രണ്ടുപേർക്കും ടാക്സബിൾ ആണെങ്കിൽ പോലും ചില എക്സംഷൻസ് അനുവദിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മനസ്സിലാക്കുക, ഇൻകം ഫ്രം സാലറി എന്ന ഫസ്റ്റ് ഹെഡിലെ ഗ്രാറ്റുവിറ്റി എന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രാറ്റുവിറ്റി ഒരു ലംസം എമൗണ്ട് ആയിട്ടാണ് ലഭിക്കുക. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ഗവൺമെൻറ് എംപ്ലോയിക്ക് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് അത് ടാക്സബിൾ ആണ്. പക്ഷേ എങ്കിൽ തന്നെയും നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനെ രണ്ടായിട്ട് തിരിക്കാം. അതിലൊന്ന് കവേർഡ് എന്നും 1972 ആക്ടിന് കീഴിൽ വരുന്ന ആൾക്കാരെ കവേർഡ് എന്നും അതിന് കീഴിൽ വരാത്ത ആൾക്കാരെ നോട്ട് കവേർഡ് എന്നും തിരിക്കാം. ഇവർക്ക് രണ്ടുപേർക്കും ടാക്സബിൾ ആണെങ്കിൽ പോലും ചില എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. അത് എത്രത്തോളം എക്സംഷൻസ് അവർക്ക് കിട്ടുമെന്നറിയാൻ നമുക്ക് അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അതിൽ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടുള്ള നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ തന്നെയും ഇയാൾ ആരാണ്? ഇഫ് കവേർഡ് ആണെങ്കിൽ 1972 ആക്ടിന് കീഴിൽ വരുന്ന ആളാണെങ്കിൽ അയാൾക്ക് ടാക്സബിൾ ആണ്. ബട്ട് ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. ടാക്സബിൾ ബട്ട് ലിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് താഴെ പറയുന്നതിൽ ചെറിയ തുക ഈസ് എക്സംപ്റ്റഡ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് എമൗണ്ട് റിസീവ്ഡ്, അതായത് ഗ്രാറ്റുവിറ്റി എത്ര രൂപയാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത് ആ എമൗണ്ട് തന്നെ എടുക്കുക. എമൗണ്ട് റിസീവ് ഉദ്ദേശിക്കുന്നത് ഗ്രാറ്റുവിറ്റി കിട്ടിയ എമൗണ്ട്. രണ്ടാമത്തത് ഗവൺമെൻറ് ലിമിറ്റ്. ഗവൺമെൻറ് ലിമിറ്റ് എന്ന് പറയുന്നത് 10 lakh ആണ്. മൂന്നാമത്തത് 15 ദിവസത്തെ സാലറി, 15 days സാലറി. ഈ 15 days സാലറി എങ്ങനെ കിട്ടുക? അയാളുടെ ലാസ്റ്റ് മന്ത് സാലറിയെ റിട്ടയർ ചെയ്യുന്ന മാസത്തെ സാലറി ലാസ്റ്റ് മന്ത് സാലറി ഇൻറ്റു 15/26 ഞായറാഴ്ച ഒഴിവാക്കി 4 ഞായറാഴ്ചകൾ ഒഴിവാക്കിയിട്ട് 26 ദിവസമായി കൺസിഡർ ചെയ്തിട്ട് 26/15 അങ്ങനെ കിട്ടിയ 15 days സാലറി ഇൻറ്റു നോട്ട് റൗണ്ട് അപ്പ് സർവീസ് പേ. റൗണ്ട് അപ്പ് ഉദ്ദേശിക്കുന്നത് 6 മാസത്തിനേക്കാൾ നോട്ട് റൗണ്ട് അപ്പ് അല്ല റൗണ്ട് അപ്പ് സർവീസ് പേ, റൗണ്ടഡ് സർവീസ് പേ. എത്രത്തോളം? 35 വർഷവും റൗണ്ടഡ് സർവീസ് പീരീഡ് കേട്ടോ. 35 വർഷവും 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ 35 വർഷവും 7 മാസം ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ 36 വർഷമായിട്ട് എടുക്കുന്നതിനാണ് ഈ റൗണ്ടഡ് എന്ന് പറയുന്നത്. 6 മാസത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ മാസത്തെ ഒരു വർഷമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് 35 വർഷവും 7 മാസമാണെങ്കിൽ 36 വർഷമായിട്ട് എടുത്തുകൊണ്ടാണ് റൗണ്ടഡ് സർവീസ് പീരീഡ്. അങ്ങനെ 3 എമൗണ്ട് നമുക്ക് കിട്ടും. ഈ 3 എമൗണ്ടിലെ ചെറിയ എമൗണ്ടിനെ നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. ചെറിയ എമൗണ്ട്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് കിട്ടാനായിട്ട് ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു
എമൗണ്ട് റിസീവ്ഡിൽ നിന്ന്, അയാൾക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്ന് ഈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ലെസ് എക്സംപ്റ്റഡ്, നമ്മൾ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് കുറച്ചിട്ട് ഈ എമൗണ്ടിനാണ് ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം സാലറി എന്ന ടോപ്പിക്കിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെയും സാലറി എന്നാണ് വിളിക്കുക. പക്ഷെ ഓരോ ഹെഡുകൾക്കും സാലറിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കവേർഡായ ഗ്രാറ്റുവിറ്റി, അത് നോൺ ഗവൺമെൻറ്റിൽ കവേർഡായ ഗ്രാറ്റുവിറ്റിക്ക് സാലറിയിൽ ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണെന്നുള്ളതിൽ ഒരു നോട്ടായിട്ട് തയ്യാറാക്കും. അയാളുടെ ബേസിക് സാലറി ഉൾപ്പെടുത്തണം, ഡിയർനെസ് അലവൻസ് ഉൾപ്പെടുത്തണം, ഡിയർനെസ് പേ ഉൾപ്പെടുത്തണം, കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ ആണെങ്കിൽ അത് ഉൾപ്പെടുത്തണം, കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ ആണെങ്കിൽ അത് ഉൾപ്പെടുത്തണം. ഇത്ര സാധനങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വിളിക്കുന്ന പേരുണ്ട് സാലറി. ഏതിൽ? കവേർഡിൽ. നോട്ട് കവേർഡിൽ മറ്റൊരു സാലറിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ നോൺ ഗവൺമെൻറ് എംപ്ലോയി തന്നെ കവേർഡ് ആണെങ്കിൽ അയാളുടെ 15 ദിവസത്തെ സാലറി എന്ന് പറയുന്നത് സാലറി എത്ര എടുക്കണം, ലാസ്റ്റ് മന്തിൽ സാലറി എടുക്കേണ്ടത് അയാളുടെ ബേസ് സാലറിയും DP-യും ഡിയർനെസ് അലവൻസും കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവറും കൂട്ടിച്ചേർത്തിട്ടാണ് സാലറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഗ്രാജുവേറ്റ് തന്നെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള നോൺ ഗവൺമെൻറ് ഇഫ് നോട്ട് കവേർഡ്, നോൺ ഗവൺമെൻറ്റിൽ തന്നെ ഇഫ് നോട്ട് കവേർഡ് അയാൾ 1972 ആക്ടിന് കീഴിൽ വരാത്ത ആളുകളെ നോൺ ഗവൺമെൻറ്റിൽ തന്നെ ഇഫ് നോട്ട് കവേർഡ്. ഇയാൾക്കും ടാക്സബിൾ ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ പരാമർശിച്ചാണ്. ടാക്സബിൾ ബട്ട് ലിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് താഴെ പറയുന്നതിൽ ചെറിയ തുകക്ക് എക്സംപ്റ്റഡ്, താഴെ പറയുന്നതിൽ ചെറിയ തുക എക്സംപ്ഷൻ ആയിട്ട് കിട്ടും. അത് ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തത് എമൗണ്ട് റിസീവ്ഡ്, അയാൾക്ക് എത്രയാണോ എമൗണ്ട് ആയിട്ട് ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അതെടുക്കുക. രണ്ടാമത്തതായിട്ട് ഗവൺമെൻറ് ലിമിറ്റ് നേരത്തെ പോലെ തന്നെ 10 lakh ആണ്. 10 lakh. മൂന്നാമത്തെ എമൗണ്ട് 15 ദിവസം സാലറിക്ക് പകരം ഹാഫ് മന്ത് സാലറി, നേർപകുതി സാലറി എടുത്താൽ മതി. നേർപകുതി സാലറി എന്ന് പറഞ്ഞാൽ 10 month ആവറേജ് സാലറിയാണ് നമ്മൾ സാലറി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. 10 month ആവറേജ് സാലറി, 10 മാസം സാലറി കൂട്ടിയിട്ട് അതിൽ 10 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മാസം സാലറി കിട്ടും. അതിന് ലാസ്റ്റ് മന്തിലെ സാലറി അല്ല, 10 month ആവറേജ് സാലറി ഇൻറ്റു 1/2 നേരെ പകുതിയാക്കുക ഇൻറ്റു നോട്ട് റൗണ്ട് അപ്പ് സർവീസ് പീരീഡ്. ഇയാളുടെ മാസം കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 35 വർഷവും 11 മാസമാണെങ്കിൽ പോലും 35 വർഷം തന്നെ എടുക്കാൻ പാടുള്ളൂ, റൗണ്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ 3 എമൗണ്ടുകളിൽ ചെറിയ എമൗണ്ടിനെ നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു എമൗണ്ട് റിസീവ്ഡിൽ നിന്ന് എക്സംപ്റ്റഡ് എമൗണ്ട് കുറക്കും. എമൗണ്ട് റിസീവ്ഡ് ലെസ് എക്സംപ്റ്റഡ് എമൗണ്ട് കുറക്കും. ഇവിടെയും സാലറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സാലറി എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ സാലറി ഈക്വൽ ടു ബേസിക് സാലറി എടുക്കണം, അയാളുടെ DP എടുക്കണം, ഡിയർനെസ് പേ DP എന്ന് പറയുന്നത് കേട്ടോ. ഡിയർനെസ് അലവൻസ് ഇഫ് ടേംസ്, ഡിയർനെസ് അലവൻസ് എടുക്കണമെങ്കിൽ ടേംസ് ആയിട്ട് പറയണം, എടുക്കണമെന്ന സൂചന തരുന്ന തരത്തിലുള്ള ടേംസ് ഉണ്ടായിരിക്കണം. പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ, കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. അപ്പോൾ ഗ്രാറ്റുവിറ്റി എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് എടുത്തത്. അപ്പോൾ സാലറിയിലെ റിട്ടയർമെൻറ്റ് സാലറി എന്ന് പറഞ്ഞ ഭാഗത്തെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഗ്രാറ്റുവിറ്റിയാണ്. ഗ്രാറ്റുവിറ്റി ഗവൺമെൻറ് എംപ്ലോയിക്കും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് ടാക്സബിൾ ആണ്. പക്ഷെ അവർ രണ്ടായിരത്തിരിക്കും 1972 ആക്ടിൽ കീഴിൽ വരുന്ന ആൾക്കാരെ കവേർഡ് എന്നും അതിന് കീഴിൽ വരാത്ത ആൾക്കാരെ നോട്ട് കവേർഡ് ആയിട്ട് തിരിക്കും. കവേർഡ് ആണെങ്കിലും നോട്ട് കവേർഡ് ആണെങ്കിലും ടാക്സബിൾ ആണെങ്കിലും പക്ഷേ ചില ആനുകൂല്യങ്ങൾ കിട്ടും. ആ ആനുകൂല്യത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളോട് അഭിപ്രായങ്ങൾ അറിയിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ SN പുരത്ത്, ശ്രീനാരായണപുരത്തും പെരിഞ്ഞനത്തും നമ്മളുടെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. മാസ്റ്റേഴ്സ് അക്കാദമി, ടാക്സും അക്കൗണ്ടൻസിയൊക്കെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ 9745064712 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.